ഹലോ ഗൈസ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ആഗസ്റ്റ് 23 വെള്ളിയാഴ്ച. മക്കളെ, തുടർച്ചയായി 3 ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് അവധി വരാനിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം കൂടി അവധിയുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുട്ടികളോട് ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അവധി എന്നും പറഞ്ഞിട്ട് ഒരുപാട് അവിശ്വസനീയമായിട്ടുള്ള വാർത്തകളും അതേപോലെ തന്നെ യാതൊരു സോഴ്സിന്റെ അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകളൊക്കെ യൂട്യൂബിൽ തന്നെ പലരും പ്രചരിപ്പിക്കുന്നത് കാണുന്നുണ്ട്. ദയവ് ചെയ്ത് മക്കളെ, അത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയുള്ള ചാനലുകളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാന്ന് മാത്രമേ ഉറപ്പെടുത്താനുള്ളൂ. ഒരു വീഡിയോ കാണാനിടയായി ഇന്നലെ. അതെ, അവധി എന്നും പറഞ്ഞിട്ടാണ് അവർ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. സംഭവം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ നാട്ടിലെ പല സ്കൂളുകളിലും വല്ലാത്ത പൊഴിശല്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ശരിക്കും ഞാൻ ആലോചിച്ചു പോയി, എന്താണ് ആ ഒരു വീഡിയോ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സോ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വീഡിയോസുകൾ ആരും അപ്ലോഡ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ കുട്ടികൾ പരമാവധി അത്തരത്തിലുള്ള വീഡിയോസുകൾ കാണാതിരിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രം ഉറപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. കേസ്, നമുക്കറിയാലോ, 10ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്ന ആ ഒരു തീരുമാനം സർക്കാർ പിൻവലിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്തിമ തീരുമാനം വരുന്നത് വരെ സാറ്റർഡേ പ്രവൃത്തി ദിവസമായിരിക്കില്ല എന്നത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓണപരീക്ഷയൊക്കെ വരുന്നത് കൊണ്ട് അങ്ങനെയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ചില സ്കൂളുകൾ വെക്കുന്നത് മാത്രമേ നാളെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ. എല്ലാത്ത സ്കൂളുകൾക്കൊക്കെ നാളെ ശനിയാഴ്ച അവധി ആയിരിക്കും എന്നുള്ളത് കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു. സർക്കാർ സ്കൂളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നാളെ ശനിയാഴ്ച അവധിയാണ്. ഞായറാഴ്ച സ്വാഭാവികമായിട്ടും അവധിയാണ്. യെസ് ഗൈസ്, ആഗസ്റ്റ് 26 തിങ്കളാഴ്ചയും അവധിയാണ്. അതെ, ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ആഗസ്റ്റ് 26 തിങ്കളാഴ്ചയും അവധി. അങ്ങനെ തുടർച്ചയായി 3 ദിവസങ്ങളാണ് ഇപ്പോൾ കുട്ടികൾക്ക് അവധി ലഭിക്കാൻ പോകുന്നത്. മറ്റൊരു ദിവസം കൂടി അവധിയുണ്ട്. അതെ, ചൊവ്വാഴ്ച ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ബുധനാഴ്ച ആഗസ്റ്റ് 28 ബുധനാഴ്ചയും അവധിയാണ്. അയ്യങ്കാളി ജയന്തി ഉള്ളത് കൊണ്ട് തന്നെ ആഗസ്റ്റ് 28 അവധിയാണെന്നുള്ളതാണ് കുട്ടികളോട് അറിയിക്കാനുള്ളത്. അതെ, ഇത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹോളിഡേയ്സ് തന്നെ ആയിരിക്കും. കാരണം കലണ്ടറിൽ വരെയുള്ള അവധികളാണല്ലോ. ബട്ട് ഈ അവധികളൊക്കെ അത്രത്തോളം ശ്രദ്ധിക്കാതെ പോയ കുട്ടികളുണ്ടാവും. അവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് 4 ദിവസമാണ് ഹോളിഡേയ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.